ഇന്നൊരു സാമ്പാർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണേ. അതിന് സാമ്പാറിനുള്ള കഷ്ണങ്ങൾ 2 തരം പരിപ്പ് ഇടും. അത് മഞ്ഞപ്പരിപ്പ് ഇടും, നമ്മൾ സാമ്പാർ ചുവന്ന പരിപ്പ് ഇടും. ഇതിനകത്ത് 2 ചെറിയ മത്തങ്ങ കഷ്ണം, കുമ്പളങ്ങ, മുരിങ്ങക്കായ, തക്കാളി, ഉള്ളി, വഴുതനങ്ങ, കാരറ്റ്, ഒരു പച്ചമുളക്, എരിയില്ലാത്ത പച്ചമുളക്, ഉരുളക്കിഴങ്ങ്, ഇതെല്ലാം കൂടി ഉപ്പ് കൂട്ടി ഞാൻ അടുപ്പത്ത് വെച്ചു. ഇനി എന്ന് വെച്ചാൽ ഇച്ചിരി 2 കായ കഷ്ണമുള്ള കട്ടക്കായമാണ്. അപ്പോൾ ഒന്ന് ചൂടാക്കണം. അത് പൊടിച്ച് കഴിഞ്ഞിട്ട് അതിനകത്ത് ഉലുവായും ജീരകവും കടുവും 2 മണി കുരുമുളക് ഇട്ട് വറുത്ത് വേറെ പൊടിക്കും ഞാനത്. സാമ്പാർ പൊടിയുടെ ഒപ്പം ഇടാനും കറിയുടെ ഒപ്പം അല്ലാതെ ഓഫാക്കിന് ശേഷം ഇടുകയുള്ളൂ. കായം ചൂടായി അതിൻ്റെ കൂട്ടത്തിൽ കുരുമുളകും ഉലുവായും കടുവും ചെറിയ ജീരകവും കൂടി. ഇത് നല്ലപോലെ മൂത്തു. നമ്മൾ ഇടിക്കുന്ന കല്ലായിട്ട് അതുകൊണ്ട് ഇടിച്ച് പൊടിച്ചിട്ടാൽ മതി. തണുത്ത് കഴിയുമ്പോൾ ഒന്ന് പൊടിഞ്ഞോളൂ. അത് ചിഞ്ചട്ടിക്കകത്ത് പിന്നെ മല്ലിപ്പൊടി, മഞ്ഞൾ പൊടി, ഇച്ചിരി സാമ്പാർ പൊടി, മുളക് പൊടി, അതെല്ലാം അവനവൻ്റെ ആവശ്യമനുസരിച്ച് എന്തോ നമ്മൾ സാമ്പാർ ഉണ്ടാക്കുന്ന അനുസരിച്ച് എരി അനുസരിച്ച് വേണ്ടത്. ഞാൻ പിരിയമുളകിൻ്റെ പൊടിയാണ് ചേർത്തത്. മല്ലിപ്പൊടി, ഇച്ചിരി സാമ്പാർ പൊടി, മഞ്ഞൾ പൊടി. ഇത് നല്ലപോലെ ചൂടായി കഴിഞ്ഞിട്ട് അതിനകത്തേക്ക് ഇടാം. സാമ്പാർ പൊടി ചൂടായി ഒന്ന് ഇച്ചിരി നോക്കണം. ഇതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറണം. അതാണ് സാമ്പാറിൻ്റെ കഷ്ണം എല്ലാം കൂടി ഞാൻ വെച്ചത്. അതിനകത്തേക്ക് ആ പൊടി ഇട്ടു. വെണ്ടയ്ക്ക ഇട്ടില്ല. വെണ്ടയ്ക്ക തന്നെ ലാസ്റ്റ് എണ്ണയ്ക്കകത്തൊന്ന് വഴറ്റിയിടും. അല്ലെങ്കിൽ വെണ്ടയ്ക്ക അങ്ങ് അളിഞ്ഞു പോകും. ഇതിലൊരു വഴുവഴുപ്പുണ്ടാവും സാമ്പാറിന്. നമ്മളെല്ലാം ഇങ്ങനെയാണോ ഉണ്ടാക്കുന്നത്. ഉപ്പൊക്കെ ഇട്ടായിരുന്നു. ഇനി അടച്ചു വെക്കാം. പിന്നെ പുളിവെള്ളം ചേർക്കും. വെന്ത് കഴിയുമ്പം ഇച്ചിരി പുളി പിഴിഞ്ഞ്, ചിലർ എളുപ്പപ്പണിക്കാണെങ്കിൽ ഒരു കഷ്ണം ചെറിയ പുളി സൈഡിലും കിട്ടാൽ മതി. ഇല്ലെങ്കിൽ ഇച്ചിരി ചാറ് കുറവാണെങ്കിൽ നമ്മൾ ഇച്ചിരി പുളി പിഴിഞ്ഞ് ഒഴിച്ചാൽ മതി. പിന്നെ ഇത് എല്ലാം കഴിഞ്ഞ് കഴിയുമ്പം നമ്മൾ വറുത്ത് വെച്ച സാധനം എല്ലാം കൂടി പൊടിച്ച പൊടി അങ്ങ് ഇടുക. കായവും ഉലുവായും ജീരകവും ചെറിയ 2-3 കുരുമുളകും ചെറിയ ജീരകവും എല്ലാം കടുവും. പിന്നെ ഞാൻ ഇതിനകത്ത് 2-3 വെളുത്തുള്ളി കഷ്ണം ഇട്ടിട്ടുണ്ട്. ഇച്ചിരി ഇഞ്ചി ഇട്ടിട്ടുണ്ട്. കാരണം ഗ്യാസിനൊക്കെ ബുദ്ധിമുട്ടോ അങ്ങനെയൊക്കെ ഉരുളക്കിഴങ്ങും പരിപ്പൊക്കെ കഴിക്കുന്നവർക്ക് ഗ്യാസിന് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അത് കുഴപ്പമുണ്ടാവില്ല. ഞാൻ വെണ്ടയ്ക്ക നത്തി ഇറക്കാൻ വേണ്ടി വഴറ്റിക്കൊണ്ടിരിക്കുന്നു. ഏകദേശമായി ഉപ്പിട്ട് വേണം വഴറ്റാൻ കേട്ടോ. വേഗം വഴന്നു കിട്ടും. നമുക്ക് സാമ്പാറും തുറന്ന് നോക്കാം. കഷ്ണങ്ങളെല്ലാം വെച്ചിട്ടുണ്ട്. കുക്കറിലല്ലേ ഇതെല്ലാം നല്ല അളിഞ്ഞ് പൊടിഞ്ഞ് കിട്ടും. വെണ്ടയ്ക്ക ഇട്ട് കൊടുക്കാം.
കരിയാപ്പില, ഇനി നമുക്ക് പുളിവെള്ളം പിഴിഞ്ഞ് വെച്ചിട്ടുണ്ട് ഞാൻ. അത് ഇച്ചിരി ഒഴിക്കാം. ഇച്ചിരി ചാറ് വേണമല്ലോ. പുളിയെല്ലാം അവനവൻ്റെ ആവശ്യത്തിനനുസരിച്ച് ചേർത്താൽ മതി കേട്ടോ. ഇച്ചിരി ഉപ്പ് കുറവാണ്. ഇനി നമ്മൾ ആ പൊടിച്ച് വെച്ച പൊടിയെല്ലാം കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. കായോ ഉലുവായും ജീരകവും എല്ലാം കൂടി പൊടിച്ചില്ലേ. സ്റ്റൗ ഓഫ് ആക്കിയാണേ. ഇനിയും കടുക് കൊടുക്കുക. ഇച്ചിരി മല്ലിയില ലാസ്റ്റ് ഇച്ചിരി മല്ലിയില ഇട്ട് കൊടുക്കണം. അടിപൊളി സാമ്പാറാവും. എണ്ണ ചൂടായി. കടുക് ഇട്ട് കൊടുക്കാം. കടുകെല്ലാം പൊട്ടിച്ചു. ഇച്ചിരി ഉലുവയില മല്ലിയില. ഓക്കെ, എല്ലാവരും ഇങ്ങനെയാണോ വെക്കുന്നത്? ഇങ്ങനെ വെക്കുന്നവരും പറഞ്ഞത് അല്ലാതെ വെക്കുന്നവരും ഉണ്ടെന്ന് എനിക്കറിയാം. ഞാൻ ഓരോരുത്തരും ഓരോ രീതികളല്ലേ. ഇതിങ്ങനെ വെച്ച് നോക്കുക.